Hi, good morning. In the classification of elements and S, P, D, F block periodic table elements classify ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ആദ്യകാലം മുതൽ തന്നെ ഈ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. മെന്റലീവ് എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ്. അദ്ദേഹമാണ് ഒരു പീരിയോഡിക് ടേബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പീരിയഡ്സ് ഗ്രൂപ്പ്സ് ഒക്കെയുടെ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. പക്ഷേ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തവിടെ അറ്റോമിക് വെയ്റ്റ്സിന്റെ ബേസിസിലായിരുന്നു. Properties of elements repeat after a regular interval എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. So properties of elements are periodic functions of their atomic weights എന്നാണ് മെന്റലീഫ് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഹെൻറി മോസ്ലി ആണ് ഇന്ന് കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തത്. ഹെൻറി മോസ്ലിസ് വർക്ക് ഓൺ എക്സ്റേ സ്പെക്ട്ര ഓഫ് എലമെന്റ്സ് പ്രൂവ് ദാറ്റ് അറ്റോമിക് നമ്പർ ഈസ് എ മോർ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ദാൻ അറ്റോമിക് മാസ്. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസിനേക്കാൾ അധികം അറ്റോമിക് നമ്പർ ആണ് അതിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി എന്ന് കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി ആയിരുന്നു. ആൻഡ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്ന ഇതാണ്: ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദ അറ്റോമിക് നമ്പേഴ്സ്. അപ്പോൾ ഒരു എലമെന്റിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പീരിയോഡിക് ഫംഗ്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിനെയാണ് അവ ബേസ് ചെയ്യുന്നതെന്നാണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. So modern periodic table is divided into 4 blocks based on subshell in which last electron enters. അപ്പോൾ modern periodic table നമുക്കറിയാം, അതിൽ പീരിയഡ്സ് ഉണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് മെന്റലീവ് ക്ലാസിഫൈ ചെയ്തത്. പക്ഷെ അറ്റോമിക് വെയിറ്റ് അനുസരിച്ചായിരുന്നേ ഉള്ളൂ. അറ്റോമിക് നമ്പർ അനുസരിച്ച് ഹെൻറി മോസ്ലി ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തത്. സോ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ അനുസരിച്ച് 4 ബ്ലോക്കുകളായിട്ട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദേ ആർ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ്. പീരിയഡ്സ് എന്ന് പറയുന്നത് ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെ നമ്മൾ പീരിയഡ്സ് എന്നും വെർട്ടിക്കൽ ഉള്ള കോളംസിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് 7 പീരിയഡ്സ് ആണുള്ളത്. അതുപോലെ തന്നെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 3, 4. ഈ രീതിയിൽ നമ്മൾ എണ്ണി നോക്കുമ്പോൾ 18 പീരിയഡ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് എലമെന്റ്സിനെ ഹെൻറി മോസ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിന്റെ അവയുടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നനുസരിച്ച് ഇവയെ 4 ബ്ലോക്കുകളായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓരോ സബ്ഷെല്ലുകൾ അനുസരിച്ച് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ആ ഒരു സബ്ഷെല്ലിലേക്ക് എനർജി ബേസ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ രീതിയിൽ എലമെന്റ്സിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് എലമെന്റ്സിനെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ദീസ് ആർ എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ. അവസാനത്തെ ഇലക്ട്രോൺ പോകുന്ന എങ്ങോട്ടായിരിക്കും? ഔട്ടർ മോസ്റ്റ് എഫ് സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എസ് സബ്ഷെൽ എന്ന് പറയുന്നു. ഇവയിലുള്ളത് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഈ ഒരു ഗ്രൂപ്പും ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, ഈ 2 ഗ്രൂപ്പുകളാണ് എസ് സബ്ഷെല്ലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? എസ് സബ്ഷെല്ലിലേക്കായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജനിലാകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് 1s1 സബ്ഷെല്ലിലേക്ക് ഫസ്റ്റ് സബ്ഷെല്ലിലേക്ക് തന്നെ പോകുന്നു. ഹീലിയം, ലിഥിയം ആണെങ്കിൽ 3 ആണ് അവയുടെ അറ്റോമിക് നമ്പർ. സോ 1s1 കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ എന്താണ് നോബൽ ഗ്യാസിന്റെ അറ്റോമിക് നമ്പർ അല്ലെ, അവയുടെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 നമുക്കറിയാം. ആ 2 കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി ഉള്ളൂ. അതായത് ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ഓൾറെഡി 2 ഇലക്ട്രോൺസ് ഉള്ള ഹീലിയത്തിന്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞ് ഒരു ഇലക്ട്രോൺ കൂടിയേ വരുള്ളൂ. അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2, 2s1 എന്നായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ല് തന്നെയാണ്. പക്ഷെ അത് സെക്കൻഡ് സബ്ഷെല്ലിലാണെന്നേ ഉള്ളൂ. രണ്ടാമത്തെ 2s1 ആണ്. ദെൻ സോഡിയം നോക്കുമ്പോൾ സോഡിയം അടുത്ത പീരീഡിലാണുള്ളത്. അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 3s1 എസ് സബ്ഷെല്ല് തന്നെയാണ്, പക്ഷെ തേർഡ് പീരീഡിലാണ്. അതുകൊണ്ട് 3 ആണ് ഒരു ഷെല്ലിൻ നമ്പർ. ദെൻ പൊട്ടാസ്യം ആവുമ്പോൾ 4s1, റുബീഡിയം ആവുമ്പോൾ 5s1, സീഷ്യം 6s1, ഫ്രാൻസിയം 7s1. ഇതിന്റെ എല്ലാത്തിന്റെയും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് ഓർബിറ്റൽ അല്ലെങ്കിൽ എസ് സബ്ഷെല്ലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു
ഈ ഒരു ക്ലാസ് ഓഫ് എലമെന്റ്സിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പോൾ ബെർലിയത്തിന്റെ കേസിൽ 1s2 2s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2s2 ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. മഗ്നീഷ്യത്തിന്റെ കേസിൽ അത് 3s2ലാണ്. കാൽഷ്യത്തിന്റെ കേസിൽ 4s2, സ്ട്രോൺഷ്യം 5s2, ബേരിയം 6s2, റേഡിയം 7s2. ഇതിനു മുമ്പ് ഇപ്പോൾ റേഡിയം 7s2 എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 അങ്ങനെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പുള്ള നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഫുൾ ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ നമ്മളിപ്പോൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന എങ്ങോട്ടാണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് എലമെന്റ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്ന എങ്ങോട്ടാണ്? എസ് സബ്ഷെല്ലാണ്. അവസാനം എന്തായാലും 2s2 3s2 4s2 ആ രീതിയിൽ എസ് സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ എലമെന്റ്സിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ദേ ഇൻക്ലൂഡ് എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 and 2. Their general outer electronic configuration is ns1 or ns2. നമ്മൾ കണ്ടു ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ആണെങ്കിൽ എല്ലാത്തിന്റെ 1s2 2s2 3s1 4s1 ഈ രീതിയിൽ ns1 ആണ് അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കേസിലാണെങ്കിലോ ns2 ആണ് അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇവിടെ ഒരു ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ദേ ആർ ഓൾ റിയാക്റ്റീവ് മെറ്റൽസ് വിത്ത് ലോ അയണൈസേഷൻ എൻതാൽപ്പീസ്. ഇപ്പോൾ മെറ്റൽസ് ആണ്, റിയാക്റ്റീവ് മെറ്റൽസ് ആണ് ഇതിൽ കൂടുതലുള്ളതും. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി അവയ്ക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. They lost their outermost electrons readily to form +1 and +2 ions. Their metallic character and reactivity increases down group. ഈ മെറ്റാലിക് ക്യാരക്ടർ സൈസ് ഒക്കെ നമ്മൾ വീണ്ടും പഠിക്കും. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്ന് ഓർത്തിരിക്കുക. അവയുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് പി ബ്ലോക്ക് എലമെന്റ്സ്. പേര് പോലെ തന്നെ ഇവയിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? പി സബ്ഷെല്ലിലേക്കായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഇപ്പോൾ ബോറോൺ നോക്കുമ്പോൾ 2p1 ആണ് അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ കാർബൺ ആണെങ്കിൽ 2p2 ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ് നമുക്കറിയാം. 1s2 2s2 2p2. അതുപോലെ നൈട്രജൻ 7 ആണ് അറ്റോമിക് നമ്പർ. 2p3 ആണ്. അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന എല്ലാം എങ്ങോട്ടാണ്? പി സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇവയെ എന്ത് പറയാം? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇവ ജനറൽ ആയിട്ട് എങ്ങനെയാണ്? ns2 np1 np1 to 6 ആണ് ഇവയുടെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. np1 ആവാം, np2 ആവാം, np3 ആവാം. അതെന്ത് അനുസരിച്ചിരിക്കും? അവയുടെ അറ്റോമിക് നമ്പർ അനുസരിച്ചിരിക്കും. ഗ്രൂപ്പ്സ് 13 മുതൽ 18 വരെയുള്ള എലമെന്റ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതായത് ഇത് 13 മുതൽ 18 വരെയുള്ള എലമെന്റ്സിന്റെ ഔട്ടർ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്ന ഏത് സബ്ഷെല്ലായിരിക്കും? പി സബ്ഷെല്ലായിരിക്കും. അതുകൊണ്ട് ഈ എലമെന്റ്സിനെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇവയാണ് അതിന്റെ എക്സാമ്പിൾ. ദെൻ നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നു. നമുക്കിനി നോക്കാം. ദെൻ 18th ഗ്രൂപ്പ് എലമെന്റ്സ് നമുക്കറിയാം നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നാണ് അറിയപ്പെടുന്നത്. അവയുടെ ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതായത് ഇലക്ട്രോൺസിന് വേണ്ടിയാണ് ഈ എലമെന്റ്സ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് നമുക്കറിയാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആണെങ്കിൽ പിന്നെ അവയ്ക്ക് ബോണ്ടിങ്ങിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓർഡിനറി കണ്ടീഷൻസിൽ അവ കെമിക്കൽ റിയാക്ഷൻസിനൊന്നും പങ്കെടുക്കുന്നില്ല. സോ ദേ ആർ കോൾഡ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നാണ് അവ അറിയപ്പെടുന്നത്. ഓക്കെ, 18 ഗ്രൂപ്പ് എലമെന്റ്സ് നമുക്കറിയാം. ലാസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ് 18 ഗ്രൂപ്പ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡൺ, ഓഗനസൺ. ഈ എലമെന്റ്സ് എല്ലാം എങ്ങനെയാണ്? നോബിൾ ഗ്യാസസ് ആണ്. അവ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഒന്നും പങ്കെടുക്കുന്നില്ല. കാരണം എന്താണ്? ഇവയുടെ എല്ലാം പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഉള്ളത്. ഈ 6 ഇലക്ട്രോൺസും ഇവയ്ക്ക് ഫില്ലായിട്ടിരിക്കുകയാണ്, ഹീലിയം ഒഴികെ ബാക്കി എല്ലാത്തിന്റെ കേസിലും. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന 2 ഇലക്ട്രോൺസ് ഉണ്ട്. ബാക്കി എല്ലാത്തിന്റെ കേസിലും എങ്ങനെയാണ്? പി സബ്ഷെല്ലിൽ ഫുൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല. ഓക്കെ, ഇനി എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സിനെ ടുഗദർ നമുക്ക് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കാം. ബിക്കോസ് ദേ ആർ ദ ഓൺലി എലമെന്റ്സ് വിച്ച് ഷോ ജനറൽ ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ ആൻഡ് ഓൾസോ ദേ കണ്ടെയ്ൻ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. പീരിയോഡിക് ടേബിൾ ആ ജനറൽ ട്രെൻഡ്സ് കാണിക്കുന്ന 2 ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ദെൻ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. നമ്മൾ എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് നോക്കുമ്പോൾ, അതായത് 1 and 2 ഗ്രൂപ്പും 13 to 18 ഗ്രൂപ്പ് നോക്കുമ്പോഴും അതിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നത് നമ്മുടെ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അടുത്തത് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലായിരിക്കും. ഗ്രൂപ്പ്സ് 3 മുതൽ 12 വരെയാണ് ഈ ഒരു കാറ്റഗറിയിലുള്ളവ. അവയെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കാറുണ്ട്. സിൻസ് ദേ ഷോ റെഗുലർ ട്രാൻസിഷൻ ഫ്രം മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ടു ലീസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ എസിനും പിക്കും ഇടയിലാണ് നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉള്ളവ എലമെന്റ്സ്. സോ
സോ അവ മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് എസ് ബ്ലോക്കിൽ നിന്ന് ലെസ് ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നുള്ള ഒരു ട്രാൻസിഷൻ കാണിക്കുന്നത് കൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാറുണ്ട്. അവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 d1 d1 to 10 ns0 to 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവയുടെ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഡി സബ്ഷനിലേക്ക്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് ഓർബിറ്റലിന് തൊട്ടുപുറയിലുള്ള ഡി ഓർബിറ്റലിലേക്ക് ആയിരിക്കും. പീരിയോഡിക് ടേബിളിൽ ദ സ്കാൻഡിയം മുതൽ ഈ ഒരു പോർഷൻ 3 to 12 ഇത്രയും ഭാഗത്തുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നറിയപ്പെടുന്നത്. ഇവ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഇവയുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലായിരിക്കും. അപ്പോൾ ഇവയാണ് എക്സാമ്പിൾ. ഇപ്പോൾ സ്കാൻഡിയത്തിന്റെ കേസിലാണെങ്കിൽ ആറ്റോമിക് നമ്പർ 21 ആണ്. ആർഗൺ കഴിഞ്ഞ് പിന്നെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. 3d1 ആണ് ഇവയുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. നമുക്കറിയാം 3d1 4s2 നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ 4s2 ആണ് ഔട്ടർ ഇലക്ട്രോണിക് എന്താണ് ലാസ്റ്റ് ഓർബിറ്റൽ എന്ന്. പക്ഷെ നമുക്ക് എനർജി അനുസരിച്ച് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ 4s കഴിഞ്ഞിട്ടാണ് 3dയിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ടൈറ്റാനിയത്തിന്റെ കേസിലാണെങ്കിൽ ഇത് 21 മുതൽ ആ ഒരു ഓർഡറിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. 21, 22, 23, 24 ഈ രീതിക്ക്. അപ്പോൾ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? ഡി സബ്ഷെല്ലിലായിരിക്കും. ദെൻ ഇത് കണ്ടില്ലേ, എല്ലാ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന ഡി സബ്ഷെല്ലിലാണ്. പിന്നെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഈ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിൽ മാത്രം ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലിന്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കാരണം 4s2 വരാതെ 4s1 വന്നിട്ട് ഒരു ഇലക്ട്രോണും കൂടി ഡിയിലേക്ക് വന്നിരിക്കുന്നു, ഡി സബ്ഷെല്ലിലേക്ക് ഫില്ല് ചെയ്തിരിക്കുന്നു. എക്സെപ്ഷൻ കേസുകളാണ് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും കേസിൽ. അപ്പോൾ ഇവയുടെ എല്ലാം കേസിൽ എങ്ങനെയാണ്? ഡി ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോൺസ് ലാസ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്, ഇവയെല്ലാം മെറ്റൽസ് ആണ്. കളേർഡ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സും വാലൻസീസും കാണിക്കുന്നുണ്ട്. ജനറലി പാരാമാഗ്നറ്റിക് ആണ്. കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. അടുത്തത് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ആന്റി പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെൽ. എഫ് സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. ഇവയിലുള്ള ലാന്തനൈറ്റ്സ് ഓഫ് 6th പീരീഡ് ആൻഡ് ആക്ടിനൈറ്റ്സ് ഓഫ് 7th പീരീഡ്, ദേ ആർ ഓൾസോ കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ഇവ അറിയപ്പെടുന്നു. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ് കഴിഞ്ഞിട്ടുള്ളവയാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. 6th പീരീഡിലെയും 7th പീരീഡിലെയും ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ഇവയിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഈ ലാന്തനൈഡ് കഴിഞ്ഞ് വരുന്ന ഈ ലാന്തനൈഡ് ശരിക്കും ഇവിടെയാണ്. ദിസ് ഈസ് ദ പ്ലേസ് ഓഫ് ലാന്തനൈഡ്, ലന്താനം. ഇവിടെയാണ് ആക്ടിനിയ ഉള്ളത്. ദെൻ ലാന്തനൈഡ് കഴിഞ്ഞ് വരുന്ന കുറച്ച് എലമെന്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടു, അവിടെ ഒരു സ്പെഷ്യാലിറ്റി കാണണം. അപ്പോൾ ലന്താനം കഴിഞ്ഞ് വരുന്ന എലമെന്റ്സും ആക്ടിനിയം കഴിഞ്ഞ് വരുന്ന എലമെന്റ്സും ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നവരാണ്? ഇവർ എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നവരാണ്. ഓക്കെ, അവരുടെ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആന്റി പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെല്ലിലായിരിക്കും ഇവിടെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഉണ്ടോ? ലന്താനം, ദെൻ സീറിയം, പ്രസിയോഡിമിയം, നിയോഡിമിയം, അങ്ങനെ ഈ എലമെന്റ്സിന്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന എവിടെയായിരിക്കും? എസും കഴിഞ്ഞ് ഡിയും കഴിഞ്ഞുള്ള എഫ് സബ്ഷെല്ലായിരിക്കും. എനർജി വൈസ് ഇവരുടെ ലാസ്റ്റ് ഓർബിറ്റിൽ അവിടെയായിരിക്കും ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. 4f1, 4f2, 4f3, 4f4 ഈ ഒരു രീതിക്കാണ് ഇലക്ട്രോൺസ് എല്ലാം ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത്. 4f14 ആവുന്നത് ല്യൂട്ടീഷ്യത്തിന്റെ കേസിൽ വരുമ്പോഴാണ്. അതുവരെ എഫ് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസ് എല്ലാം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ലന്താനത്തിനും ആക്ടിനിയത്തിനും ശേഷം വരുന്ന എലമെന്റ്സ് എഫ് സബ്ഷെല്ലിലാണ് ഉൾപ്പെടുന്നത്. ദേ ആർ ഓൾ metals. Within each series, properties of these elements are similar. Actinoid elements are radioactive. Actinoids radioactive elements are elements after uranium in actinoid series are called transuranium elements. Uranium കഴിഞ്ഞു വരുന്ന actinoidsന്റെ ആ ഒരു സീരീസിലെ എലമെന്റ്സിന് transuranium elements എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെന്റ് ബ്ലോക്ക് ഓഫ് എലമെന്റ്സ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ. ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് എൻ്റർ ചെയ്യുന്നതെന്നനുസരിച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെ എസ് ബ്ലോക്ക് എന്നും 13 to 18 ഗ്രൂപ്പ് എലമെന്റ്സിനെ പി ബ്ലോക്ക് എന്നും ദെൻ ഈ ഒരു 3 to 12 ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ ഡി ബ്ലോക്ക് എന്നും ദെൻ ലാസ്റ്റ് രണ്ട് പീരീഡ്സ് ഓഫ് എലമെന്റ്സിനെ എഫ് ബ്ലോക്ക് എന്നും അറിയപ്പെടുന്നു. ലന്താനം ലാന്തനൈഡ്സ് എന്നും ആക്ടിനൈഡ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. ലന്താനം കഴിഞ്ഞു വരുന്ന എലമെന്റ്സും ആക്ടിനിയം കഴിഞ്ഞു വരുന്ന എലമെന്റ്സുമാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഈ ഒരു പീരീഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എസ് പി ഡി എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച്. അപ്പോൾ ഈ എലമെന്റ്സിന് പ്രത്യേകത അനുസരിച്ച് ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണ്. ഏതെങ്കിലുമൊക്കെ 2-3 എലമെന്റ്സ് എക്സാമ്പിളായിട്ട്
എടുത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി നോക്കി വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ SP, D, F ബ്ലോക്ക് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും.